ധ്യാനപ്രസംഗങ്ങൾ ഒത്തിരി പേർക്ക് വിശ്വാസപാതയിൽ കരുത്തോടെ മുന്നേറാൻ ശക്തി പകരും. എന്നാൽ എറണാകുളത്തെ ചില ധ്യാനഗുരുക്കന്മാരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ഏറെ നാളായി ആക്ഷേപമുണ്ട്. പലരും ഇതൊരു തൊഴിൽ പോലെ ചെയ്യുന്നു. ധ്യാനപ്രസംഗങ്ങൾ ഒരു പ്രൊഫഷൻ പോലെ എടുത്തിട്ടുള്ള വൈദികരുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശ്ശേരി. ചിലർ വചനപ്രഘോഷകരാണ്. ദൈവവചനം വ്യാഖ്യാനിച്ച് ഹൃദയത്തിൽ തട്ടുന്ന സന്ദേശങ്ങൾ പങ്കുവെക്കുന്നവർ. ജീവിത നവീകരണം ആഗ്രഹിക്കുന്നവർ അവരുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളും. അതുവഴി അവരുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങളെങ്കിലും ഉണ്ടാവുകയും ചെയ്യും. വേറെ ചിലരുടെ ധ്യാനങ്ങളിൽ വചനം ഏറെയൊന്നും ഉണ്ടാകുകയില്ലെന്ന് നെല്ലിശ്ശേരിയച്ചൻ സൂചിപ്പിക്കുന്നു. എങ്കിലും പ്രയോജനകരമായ ചിലതും അവർ പറയുന്നുണ്ടാവും. അത് വലിയ മാനസാന്തരത്തിലേക്ക് നയിക്കുകയില്ലായിരിക്കും. പക്ഷേ അവ ശ്രോതാക്കൾക്ക് ഗുണകരമായ എന്തെങ്കിലും നൽകും. മൂന്നാമത് ഒരു കൂട്ടരുണ്ട്. കേൾവിക്കാരെ രസിപ്പിക്കുക എന്ന ഉദ്ദേശ്യം മാത്രമേ അവർക്കുള്ളൂ. ദൈവവചനത്തിന്റെ ആവശ്യമൊന്നും അവർക്കില്ല. കുറെ തമാശകളൊക്കെ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കുക, അത്രയേ ഉദ്ദേശ്യമുള്ളൂ. അവരിൽ ചിലർ നിലവാരമുള്ള തമാശകൾ പറയും, അത് സഹ്യമാണ്. മറ്റു ചിലരുണ്ട്, നിലവാരമില്ലാത്ത തമാശകൾ പറയും, കണ്ടതും കേട്ടതും വിളിച്ചു പറയും. ആളുകൾക്ക് നേരം പോക്ക്. ധ്യാനഗുരു എന്ന് പറയുന്നയാളും അത്രയൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ താനും. എറണാകുളത്തെ അറിയപ്പെടുന്ന ധ്യാനഗുരു എന്റെ പ്രിയ സുഹൃത്ത് ഫാദർ ജേക്കബ് മഞ്ഞളി ഒടുവിൽ പറഞ്ഞ ഗണത്തിൽപ്പെടും. അച്ഛനും അതിനോട് വിയോജിപ്പ് ഉണ്ടാകുകയില്ല എന്ന് വിചാരിക്കുന്നു. അച്ഛന്മാർക്ക് സ്മോൾ കൊണ്ടുതരാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. വെഞ്ചരിക്കാൻ ചെന്ന വീട് എമണ്ടൻ വീടാണ്. ഓട്ടോറിക്ഷയ്ക്ക് പോണം. ചന്തയിൽ നല്ല ജാതി മീനുണ്ട്, അതെല്ലാം വാങ്ങി കഴിക്കണം എന്നിങ്ങനെ പോകും അച്ഛന്റെ ധ്യാനപ്രസംഗം. അച്ചോ, ഇത് അസഹ്യമാണ്. ഒരു ഹാളിൽ അച്ഛൻ ഇത്തരം തറ വർത്തമാനം പറഞ്ഞ് ആളുകളെ രസിപ്പിച്ചുകൊള്ളൂ. പക്ഷെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വിളമ്പുമ്പോൾ സഭയാണ് മൊത്തം നാണം കെടുന്നത്. ചിന്താശീലർക്ക് അസഹ്യമാണ് അതെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി മുന്നറിയിപ്പ് നൽകുന്നു.